ഫിഖ്ഹ് 69 നജിസിന്റെ അനുബന്ധമായിട്ട് വന്ന മലമൂത്ര വിസർജന മര്യാദകളാണ് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി നാം പ്രതിപാദിച്ചത്. ഇനി നമുക്ക് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ 3-ാം ഷർത്തിലേക്ക് പ്രവേശിക്കാം. അത് ഔറത്ത് മറക്കലാണ്. സത്രുൽ ഔറത്ത്, ഔറത്ത് മറക്കൽ. അത് നന്നായി പഠിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. സത്രുൽ ഔറത്ത് ഷർത്തും മിൻ ശുറൂത്തി സ്വലാഹ്. ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ്. വലോ ഫിൽ ഹൽവത്തി ഔ ഫിൽ ദുൽമത്തി. ഒരാളും ഇല്ലാത്തയിടത്താണെങ്കിലും കൂരിരുട്ടിലാണെങ്കിലും. നല്ല ഇരുട്ടല്ലേ, ആരും കാണൂലല്ലോ, അതുകൊണ്ട് ഒന്നും എടുക്കണ്ട എന്ന നയം ശരിയല്ല. നിസ്കാരത്തിന്റെ ഷർത്ത് സഹിയാണെങ്കിൽ ഇതിന് കാര്യമാണ്. വയജിബു സത്രുഹ ഖാരിജ സ്വലാത്തി അയവൻ. നിസ്കാരത്തിന്റെ പുറത്തും ഔറത്ത് മറക്കൽ നിർബന്ധമാണ്, നിസ്കരിക്കുമ്പോൾ മാത്രമല്ല. നിസ്കാരത്തിന്റെ പുറത്താണെന്ന് കരുതി ഔറത്ത് വെളിവെക്കാൻ പാടില്ല. എന്നാൽ വയജൂദു കശ്ഫുഹാ ഫിൽ ഹൽവത്തി. ആരുമില്ലെങ്കിൽ ഔറത്ത് തുറന്നിടൽ ജായിസാണ്. അതിനാ ഉറവിൻ, ചെറിയ ആവശ്യത്തിന് വേണ്ടിയൊക്കെ. കത്തബിരീൻ, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി AC റൂമിലൊക്കെ കിടന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. വക്തിസാരിൻ, കുളിക്കുന്ന സമയം, അത് വസ്ത്രം നനയാതിരിക്കാൻ വേണ്ടി, അങ്ങനത്തെ വസ്ത്രമാണ്. കുളിക്കാൻ വേണ്ടി മാത്രം വേറെ വസ്ത്രമില്ല. വസുയാനത്തി സൗബിമിനദ്ദനസി, അഴുക്കിൽ നിന്ന് വസ്ത്രം കാക്കാൻ വേണ്ടി വേറെ വസ്ത്രങ്ങളൊന്നുമില്ല. ഒരാഴ്ച ഇതുകൊണ്ട് കഴിഞ്ഞു കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ആരുമില്ലെങ്കിൽ ആ ഒരു ഉദ്ദേശപ്രകാരം ഔറത്ത് തുറന്നു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ പോലും ഔറത്ത് മറക്കേണ്ടതാണ്. കാരണം നമ്മുടെ കൂടെ മലക്കുകളുണ്ട്, അവർ നമ്മൾ മാറിക്കേണ്ടതാണല്ലോ. വയഹറുമു നദറു ഔറത്തി ഗൈരിഹി. മറ്റൊരാളുടെ ഔറത്ത് നോക്കൽ ഹറാമാണ്. വേറെ ആളുടെ ഔറത്ത് നോക്കൽ ഹറാം. വയുക്റഹു നദറുഹാ മിൻ നഫ്സിഹി മിൻ ഗൈരി ഹാജ. ആവശ്യമില്ലാതെ സ്വന്തം ഔറത്ത് നോക്കലും കറാഹത്ത്. ഫി ഗൈരി സ്വലാ, നിസ്കാരമല്ലാത്തപ്പോൾ. അമ്മാഫിയ, നിസ്കാരത്തിൽ സ്വന്തം ഔറത്ത് നോക്കുമ്പോൾ എന്തായാലും വെളിച്ചത്തായാലോ, നിസ്കാരം ബാത്തിലായി പോകും. അപ്പൊ സ്വന്തം ഔറത്ത് തന്നെയാണെങ്കിലും നോക്കൽ കറാഹത്താണ്, ആവശ്യമില്ലാതെ. നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം ബാത്തിലായി പോവുകയും ചെയ്യും. ഇനി ഔറത്ത് ഏതൊക്കെയാണ്, മറക്കൽ നിർബന്ധമായ ഔറത്തിന്റെ പരിധി ഏതൊക്കെയാണെന്ന് പ്രതിപാദിക്കുന്നത്. ഔറത്തുൽ ദക്കരി ഫി സ്വലാത്തി വ ഖാരിജഹാ മാ ബൈന സുറത്തി വ റുക്ബ. നിസ്കാരത്തിലും നിസ്കാരത്തിന്റെ പുറത്തും പുരുഷന്റെ ഔറത്ത് മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗമാണ്. കാൽമുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയ്ക്കുള്ള ഭാഗമാണ് പുരുഷന്റെ ഔറത്ത്. നിസ്കാരത്തിലും പുറത്തും ഈ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയ്ക്കുള്ള ഭാഗമാണ് ഔറത്തെങ്കിലും മുട്ടും പൊക്കിളും കൂടി മറക്കൽ നിർബന്ധമാണ്. കാരണം ഔറത്ത് മറച്ചു എന്ന് ഉറപ്പുവരുത്താൻ. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മളെ പലരും തുണി എടുക്കുന്നത് പൊക്കിളിന്റെ താഴെയാണ്. യാതൊരു ശ്രദ്ധയുമില്ലാതെ പൊക്കിളിന്റെ താഴെ തുണി എടുക്കുന്നവരുണ്ട്. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ആൾക്കാരെ മുന്നിൽ നിന്ന് ഇങ്ങനെ ആ പൊക്കിളും കാട്ടി നടക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. ഹറാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡും ഹറാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുണി മടക്കി കുത്തി നടക്കുന്ന ആൾക്കാരെ കാണാം. മുട്ടിന്റെ ഭാഗം മുഴുവൻ വെളിച്ചത്തായിരിക്കും. അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കും. തലയെ കെട്ടിയിട്ടുണ്ടാവും, അത് സുന്നത്താണ്, തലയെക്കെട്ട് സുന്നത്താണ്. പക്ഷെ അദ്ദേഹം ഔറത്ത് കാണിക്കുന്ന ഹറാമ് ചെയ്യുന്നു എന്ന കാര്യം മറന്നുപോവാണ്. അപ്പോൾ പൊക്കിൾ കാണിക്കുന്ന സമ്പ്രദായം ഹറാമാണ്. അതുപോലെ തന്നെ തുടയുടെ ഭാഗം കാണിക്കലും ഹറാമാണ്. ഇതൊക്കെ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ, പ്രവാസികളൊക്കെ ഇതിൽ പോയി റൂമിൽ താമസിക്കുമ്പോഴൊക്കെ തുണി പറ്റയച്ചു മാറ്റിയിട്ടാണ് വേറെ തുണി മാറ്റിയത്. ചെടി ഉണ്ടാവും, ഒളിയിറക്കി തുടർന്നു ഔറത്തല്ല, ഹറാമല്ല എന്നതാണ്. ഒക്കെ കാണിക്കൽ ഹറാം തന്നെയാണ്. കുറ്റം കിട്ടിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് നിസ്കാരത്തിനും നിസ്കാരത്തിന് പുറത്തുമാണ് ഈ പറയുന്നത്. വഫിൽ ഹൽവത്തി ഔസൗഅത്താനി. ആരുമില്ലെങ്കിൽ പിന്നെ മുൻപിൻ ദ്വാരങ്ങൾ മറച്ചാൽ മതി. പുരുഷന്മാരെ പറ്റിയോ പറയുന്നത്. ഒരു റൂമിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്നാൽ അവന് ജഡ്ഡി കൊടുത്താലും ഔറത്ത് മറക്കുക എന്ന നിർബന്ധം പാലിക്കപ്പെടും. ഇനി ഔറത്തുൽ അമത്തി ഫീഹ മാ ബൈന സുറത്തി വ റുക്ബത്തി. അടിമസ്ത്രീയുടെ ഔറത്ത് നിസ്കാരത്തിലാണെങ്കിൽ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടക്കുള്ള ഭാഗമാണ്. നിസ്കാരത്തിലായി പറയുന്നത്. അടിമസ്ത്രീ ഉണ്ടെങ്കിൽ, ഇക്കാലത്ത് അടിമസ്ത്രീകളില്ല, ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഔറത്ത് നിസ്കാരത്തിൽ അത് മറച്ചാൽ മതിയാവും. എന്നാൽ വൽ ഹുറത്തി മാ അദൽ വജ്ഹ വൽ കഫൈനി. സ്വതന്ത്ര സ്ത്രീയാണെങ്കിൽ നിസ്കാരത്തിൽ മുഖവും മുങ്കയുമല്ലാത്ത എല്ലാ ഭാഗങ്ങളുമാണ്. മുഖവും മുങ്കയും മറക്കാൻ നിർബന്ധമല്ല, അത് വെളിച്ചത്താക്കാം. ബാക്കി എല്ലാ ഭാഗവും മറക്കണം. പറയട്ടെ, ഇൻഷാല്ലാഹ് വിശദമായിട്ട് പറയാം. അമ്മ ഔറത്തുൽ ഹുറത്തി വലമത്തി ഇൻദൽ അജാനിബി. അന്യപുരുഷന്മാർക്ക് മുന്നിൽ സ്വതന്ത്ര വനിതയുടെയും അടിമസ്ത്രീയുടെയും ഔറത്ത് ജമീഉൽ ബദനി, കയ്യും മുഖവും ഉൾപ്പെടെ ശരീരം മുഴുവനുമാണ്. അതൊക്കെ മറച്ചു വെക്കണം. വൈന്ദൽ മഹാരിമി. വിവാഹബദ്ധം നിഷിദ്ധമായവരുടെ മുന്നിൽ
വൽ ഖൽവത്തി ഒരാളുമില്ലാതെ തനിച്ചിരിക്കുമ്പോഴും മാ ബൈന സുറത്തി റുക്ബത്തി മുട്ടിന്റെയും തൊക്കിന്റെയും ഇടക്കുള്ള ഭാഗമാണ്. വൈന്തൽ കാസിറാത്തി സത്യനിഷേധികളായ പെണ്ണുങ്ങൾക്ക് മുന്നിൽ, അതുപോലെ തന്നെ തമ്മാടിച്ചികളായ പെണ്ണുങ്ങൾക്ക് മുന്നിലും മാലായബുദു ഇന്തൽ മിഹിന വീട്ടുജോലിയുടെ സമയത്ത് വെളിവാകാത്ത ഭാഗങ്ങളാണ്. അപ്പോ വീട്ടുജോലി ചെയ്യുമ്പോൾ കൈമുട്ട്, കാൽമുട്ടിന്റെ താഴെ, തല ഒക്കെ വെളിച്ചത്താകും. അത് അന്യ മതസ്ഥരായ സ്ത്രീകൾ കാണുന്നതിന് കുഴപ്പമില്ല. മറ്റു ഭാഗങ്ങൾ മറച്ചിരിക്കണം. അപ്പൊ ഇവിടെ 3-4 രൂപത്തിൽ പറഞ്ഞു. നിസ്കാരത്തിൽ ഒരു ഔറത്ത്, മുഖവും കൈയും അല്ലാത്ത എല്ലാ ഭാഗവും. മറ്റൊന്ന് അന്യപുരുഷന്മാർക്ക് മുന്നിൽ ബോഡി മുഴുവനും. മറ്റൊന്ന് വിവാഹം നിഷിദ്ധമായ അവർ സ്വന്തം വരിക്കുമ്പോൾ അത് മുട്ടിന്റെയും പുക്കിന്റെയും ഇടയ്ക്കുള്ള ഭാഗങ്ങൾ. മറ്റൊന്ന് സത്യനിഷേധികളായ അന്യമതസ്ഥരായ സ്ത്രീകൾക്ക് മുന്നിൽ, അവിടെ വീട്ടുജോലിയിൽ സമയത്ത് വെളിവാകാത്ത ഭാഗങ്ങളൊക്കെ അവർക്കായിട്ട് പരിഗണിക്കപ്പെടും. ഫയജിബു സത്തുൽ കുല്ലി കുല്ലിൻ അവറത്ത് ഈ പറഞ്ഞ എല്ലാവരും അവറത്ത് മറക്കൽ നിർബന്ധമാണ്. ബിമാലാ യസിഫു ലൗനൽ ബശറത്തി തൊലിയുടെ നിറം വർണ്ണിക്കാത്ത കട്ടിയുള്ള വസ്ത്രം കൊണ്ടായിരിക്കണം ധരിക്കേണ്ടത്, മറക്കേണ്ടത്. വളരെ നൈസായ വസ്ത്രം കൊണ്ട് ധരിച്ചാൽ പറ്റില്ല, മറച്ചാൽ പറ്റില്ല. കാരണം ഉള്ളിലെ ഭാഗങ്ങൾ കാണുന്ന വിധമാണെങ്കിൽ അത് ഹറാമായി തീരും. മിനൽ അഅലാവൽ ജവാനിബി മുകൾ ഭാഗത്തു നിന്ന് മറക്കണം, ചുറ്റുഭാഗങ്ങളും മറക്കണം. അപ്പോൾ പുരുഷന്മാരാകുമ്പോൾ ബാക്കിലെ ചാല് മറക്കണം, ഒരു ഭാഗത്തുനിന്നും അവർത്ത് കാണുന്ന വിധം ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകളാകുമ്പോൾ താഴ്ഭാഗം മറക്കണം, കാലിന്റെ അടിഭാഗം പോലും സ്ത്രീകൾ പോകുമ്പോൾ കാണാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഇഴ മുടി പോലും പുറത്തേക്ക് കാണാൻ പാടില്ല സ്ത്രീകൾ. താടിയുടെ എല്ലിന്റെ താഴ്ഭാഗത്തുള്ള മാംസളമായ ഭാഗം സ്ത്രീകൾക്ക് അവറത്താണ്. അത് കണ്ട നിസ്കാരം ബാത്തിലായി പോകും. റുക്കോയിലേക്കും സ്ത്രീകളൊക്കെ കൈ ഉയർത്തുന്ന സമയത്ത് കൈത്തണ്ടിയുടെ ഭാഗം വെളിച്ചത്താകുന്നതെങ്കിൽ അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബോഡിയുടെ വണ്ണം വർണ്ണിക്കുന്ന വസ്തു, കസറാതിയിൽ ലയിക്ക ഇടുങ്ങിയ പൈജാമ പോലെ, ജീൻസ് പോലെ, അങ്ങനെ ബോഡിയുടെ വണ്ണം വർണ്ണിക്കുന്ന വസ്തുക്കളെ കൊണ്ട് അവർക്ക് മറക്കൽ ഖിലാഫുൽ ഔലയാണ് ലിറജുലി പുരുഷന്മാർക്ക്. ഇപ്പൊ കറാഹത്തുൽ ജോരിഹി പുരുഷന്മാരല്ലാത്തവർക്ക് കറാഹത്തുമാണ്. വളരെ ഇടുങ്ങിയ വസ്ത്രം ധരിക്കുക സ്ത്രീകൾക്കൊക്കെ കറാഹത്ത് വരും. അത് പുരുഷന്മാരുടെ വൈകാരികത ഉയർത്തുന്ന വിധമാണെങ്കിൽ അത് ഹറാമായിട്ട് വരികയും ചെയ്യും. അത് വേറെ ഒരു കാരണം കൊണ്ട് വരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഔറത്ത് ഏതാണ്, ഔറത്ത് മറക്കേണ്ടത് എന്തുകൊണ്ടാണ്, ഔറത്ത് എങ്ങനെയാണ് മറക്കേണ്ടത്, ഈ 3 കാര്യങ്ങളും ഇന്നത്തെ ചാപ്റ്ററിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു. അത് സശ്രദ്ധം കേൾക്കുക. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതും മറുപടി പറയാവുന്നതുമാണ് ഇൻഷാ അല്ലാഹ്.